ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഡിവൈഡ് ബൈ 8. ഒരു നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നമ്പറാണെന്ന് വെച്ചാൽ 472176 ഒരു നമ്പറാണ്. അപ്പോൾ ഈ നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ലാസ്റ്റത്തെ 3 ഡിജിറ്റ് ഇല്ലേ, 176, ഈ 3 നമ്പർ, ഈ 3 നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ മൊത്തം നമ്പർ 8 ഡിവൈഡ് ചെയ്യുന്ന അർത്ഥം. ഓക്കെ, ഇപ്പോൾ 176 ഡിവൈഡ് ബൈ 8. അപ്പോൾ 2 8s are 16, 1. ഇവിടെ 16 വന്നു, വീണ്ടും 2 8s are 16, 0. അപ്പോൾ ഈ മൊത്തം നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിവൈഡ് ബൈ 9. 9 എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നമ്പർ എഴുതാണ് 95432627 അങ്ങനൊരു നമ്പർ എഴുതി വിചാരിച്ചോ. ഇപ്പം ഈ നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, നമ്മൾ ഈ നമ്പറിനെല്ലാം പ്ലസ് ചെയ്യുക. അങ്ങനെ 9 + 5 + 4 + 3 + 6 + 2 + 7 ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് എത്ര കിട്ടുക? ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 36, 36. അപ്പോൾ ഈ 36നെ ഡിവൈഡ് ബൈ 9 ആണോ? യെസ്, 4 times 36 9 ഡിവൈഡ് ആവും. അതിൻ്റെ അർത്ഥം ഈ മൊത്തം നമ്പറിനെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. ഓക്കെ, ഇത് ഇനി നിങ്ങൾ സ്വന്തം കുറച്ച് നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തതാണ് 10ൻ്റെ. നമുക്ക് ഈസിയാണ്. ലാസ്റ്റ് നമ്പർ 10ൻ്റെ ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് നമ്പറായാലും അതിൻ്റെ ലാസ്റ്റ് നമ്പർ, ഫോർ എക്സാമ്പിൾ 32120, അത് ലാസ്റ്റ് നമ്പർ 0 വന്നാൽ അത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇനി വേറെ ഡിവൈഡ് ബൈ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണ്ടേ? ഞാനിപ്പോൾ ഒരു നമ്പർ എഴുതാണ് ഇവിടെ 303105 ഒരു നമ്പർ ഇട്ട് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ഈ നമ്പർ ഓഡ് നമ്പേഴ്സും, ഓഡ് നമ്പർ എന്ന് വെച്ചാൽ ഓഡ് സ്ഥാനങ്ങളും ഈവൻ സ്ഥാനങ്ങളും. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് നമ്പർ എന്ന് വെച്ചാൽ 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, 6 അങ്ങനെ 6 ഡിജിറ്റ് ആണല്ലോ. അപ്പോൾ ഇതിൽ ഓഡ് സ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ ഇത് 1, അത് കഴിഞ്ഞ് 3, ഇത് 0 എന്ന് വെച്ചാൽ 5, 5th സ്ഥാനം അല്ലേ. അതുപോലെ ഈ 0 എന്ന് വെച്ചാൽ ഇത് ഈവൻ സ്ഥാനമാണ്, ഈ 1 ഈവൻ സ്ഥാനമാണ് ഇത്, പിന്നെ ഈ 5 ഈവൻ സ്ഥാനം. എന്നാൽ ഓഡ് സ്ഥാനങ്ങളും ഈവൻ സ്ഥാനങ്ങളും. ഓക്കെ, ഓഡ് നമ്പേഴ്സാ ഈവൻ നമ്പേഴ്സല്ല ഉദ്ദേശിച്ചത്. ഇതിൽ നമ്മൾ 1 2 3 4 5 6 ഈ നമ്പറിനെ 1 2 3 4 5 6 എഴുതുമ്പോൾ അതിലത്തെ ഓഡ് സ്ഥാനങ്ങളിൽ ഏത് നമ്പറാണോ വരുന്നത്, ഈവൻ സ്ഥാനങ്ങളിൽ ഏത് നമ്പറാണോ വരുന്നത്, അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഓഡ് നമ്പർ വന്ന ഏതൊക്കെയാണ്? 3 3 and 0. അപ്പോൾ 3 + 3 + 0 = 6. ഇനി ഈവൻ സ്ഥാനങ്ങൾ വന്ന നമ്പർ ഏതൊക്കെയാണ്? 0 + 1 + 5, 0 + 1 + 5 = 6. ഈ രണ്ട് നമ്പറിനെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ഇഫ് 0 ആണ് ആൻസർ കിട്ടുന്നത് വെച്ചെങ്കിൽ ഈ നമ്പറിനെ നമുക്ക് 11 കൊണ്ട് മൈനസ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. ഓക്കെ, ഇനി ഡിവൈഡ് ബൈ 12. 12 നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ 3ൻ്റെ ഫോർമുലയും 4ൻ്റെ ഫോർമുലയും അനുസരിച്ച് രണ്ടും ഫോർമുലയും നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ആ നമ്പർ ഡിവൈഡ് ആവുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അത് 12 ഡിവൈഡ് ആവുന്നുണ്ടെന്ന് അർത്ഥം. ഇനി ഡിവൈഡ് ബൈ 13. 13ൻ്റെ എങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു നമ്പറാണ് വിചാരിച്ചോ 1391. ഈ നമ്പർ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യണം? ഈ ലാസ്റ്റ് നമ്പർ ഉണ്ടാവുമല്ലോ, ഇതിനെ 9 times മൾട്ടിപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ 1 × 9. ആ ആൻസർ എത്രയാണ് കിട്ടുക? 9. ഓക്കെ, ഏതാണോ ലാസ്റ്റ് നമ്പർ അതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ എന്താണോ ആൻസർ കിട്ടുന്നത് ആ ആൻസർ ബാക്കിയുള്ള 3 നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ വിചാരിക്കുകയാണ് -9 ചെയ്തു. അപ്പോൾ ഈ നമ്പർ എത്ര കിട്ടി നമുക്ക്? 130. ഇനി ഈ 130 13ൽ ഡിവൈഡ് ആവുമോ? യെസ്, അതിൻ്റെ അർത്ഥം ഈ മൊത്തം നമ്പർ 13ൽ ഡിവൈഡ് ആവുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിവൈഡ് ബൈ 14. 14 വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് 2 and 7ൻ്റെ ഫോർമുല യൂസ് ചെയ്യുക. അതുപോലെ ഡിവൈഡ് ബൈ 15 ആണെങ്കിൽ 3 and 5ൻ്റെ ഫോർമുല യൂസ് ചെയ്യുക. ഓക്കെ, ഡിവൈഡ് ബൈ 16 ആണെങ്കിൽ 4 2 and 8 ഇതിൻ്റെ ഫോർമുല യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നമ്പർ എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.